ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയി കാണും കേട്ടോ. നമ്മൾ എന്താണ് ഈ 11 മണിക്ക് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ, അപ്പോൾ പപ്പ തിരിച്ച് പോവുകയാണ്. 1.5 മാസമായി പപ്പ നാട്ടിൽ വന്നിട്ട് തിരിച്ചിന്ന് പോവുക കേട്ടോ. നമുക്ക് ഒരു 4:10 ഫ്ലൈറ്റ്. അന്നേരം നമ്മളൊരു 11 മണിയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. കാരണം ഇപ്പം നേരത്തെയൊക്കെ എത്തണമല്ലോ, 3 മണിക്കൂർ മുന്നേ എത്തണം, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങിയതാട്ടോ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നാണ് സമയം പോയത്. പപ്പ ഉള്ളപ്പോൾ അവന് പപ്പയോട് ഞാൻ എപ്പോഴും അടിയാണ്. ഞങ്ങളിങ്ങനെ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും അടി കൂടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷേ പപ്പ പോയി ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കരഞ്ഞൊന്നുമില്ല. പപ്പയുടെ മുമ്പിൽ ചെയ്യുന്നതിന് പപ്പയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ആ സമയത്ത് നമ്മൾ പോകണ്ടെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോവാതിരുന്നേനെ, ആ ഒരു ഇതായിരുന്നേ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി കേട്ടോ. നമ്മളൊരു 2 മണിക്ക് ആയപ്പോൾ തന്നെ, എനിക്കൊന്ന് 1:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എയർപോർട്ട് എത്തി. പക്ഷേ ഞാൻ വിചാരിച്ചു എയർപോർട്ടിൽ ആൾക്കാരൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നി തിരുവനന്തപുരത്തുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ. എന്നാൽ കാരണം അടുപ്പിച്ച് 3 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അടുപ്പിച്ചായിട്ട് ഒരു 10 മിനിറ്റ് വിട്ട് അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പപ്പ കയറി, പിന്നെ അമ്മ ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. പപ്പ പിന്നെ വന്ന് ഇനി ബോർഡിങ് ചെക്കിങ് കഴിഞ്ഞിട്ട് വരുമല്ലോ, അതും കാത്തിങ്ങനെ ഇരിക്കും കേട്ടോ. അമ്മ പപ്പ തന്നെ വന്ന് അവിടെ തന്നെ ഫോൺ വിളിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞു. പപ്പയ്ക്ക് അത് ഭയങ്കര സങ്കടം വരുന്നേ. പപ്പ താറ് നിൽക്കുമായിരുന്നു അവിടെ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പപ്പാനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച്, എന്നാലും ഇനി അപ്പോൾ അടുത്ത ലീവിന് വരും. പിന്നെ ഇപ്പോൾ വരുന്നത് നമുക്ക് അറിയത്തില്ല. അന്നേരം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അന്നേരം അന്നേരം ഒരു 1.5 മാസത്തിൽ എനിക്ക് എല്ലാ കാര്യത്തിലും പപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോയാലും പപ്പാനെ വിളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ.